ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും വിന്നേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെറഡോട്ടസിനെ പറ്റി. ഗ്രീക്ക് ചരിത്രരചനാശാസ്ത്രത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമായിരുന്നു ഹെറഡോട്ടസ്. അപ്പോൾ ആ ഒരു ഹെറഡോട്ടസിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെപ്പറ്റി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളെപ്പറ്റി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജികളെ പറ്റി, അതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും, അപ്പോൾ മാക്സിമം എല്ലാവരും കാണാം. അപ്പോൾ ഈ ഒരു ഹെറഡോട്ടസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ഗ്രീസിൽ ജീവിച്ച ആളാണ്. അതായത് BC 5-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് ഈ ഒരു ഹെറഡോട്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ ഒരു ഗ്രീക്ക് ചരിത്രരചന പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒരു ചരിത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു ഹെറഡോട്ടസ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹെറഡോട്ടസ് മൂപ്പരുടെ ഈ ഒരു ചരിത്രം രചിക്കുമ്പോൾ, അപ്പോൾ മൂപ്പർക്ക് അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം അന്വേഷിച്ച് തിരിച്ചറിഞ്ഞ് കണ്ടെത്തി ഒരു വിമർശനാത്മക രൂപത്തിൽ പഠിച്ചിട്ടാണ് എന്താവുക, അദ്ദേഹം ചരിത്രം ആക്കി എഴുതുക. അതായത് ഒരു വിഷയത്തെപ്പറ്റി അദ്ദേഹം ചരിത്രം രചിക്കുമ്പോൾ അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ തെളിവുകളും ശേഖരിക്കുകയും എന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും എന്നിട്ടൊരു വിമർശനാത്മകമായിട്ടാണ് എന്താക്കുക, ചരിത്രമാക്കി എഴുതുക. അപ്പോൾ ഈ ഒരു ഹെറഡോട്ടസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഹെലിക്കാർണസിലാണ് ജീവിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹെലിക്കാർണസിലാണ് പിന്നീട് നമ്മൾ പറയുന്ന ഈ ഒരു ഗ്രീസിലേക്ക്, അതായത് ഗ്രീസിലെ ഏഥൻസിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. പിന്നെ മരിക്കുന്നവരെ ഈ ഒരു ഗ്രീസിൽ ഏഥൻസിൽ എന്തായിട്ടുണ്ട്, സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഹിസ്റ്ററീസ് എന്നുള്ള ഗ്രന്ഥത്തിൽ നമുക്ക് ഈ ഒരു ഇന്ത്യയെ പറ്റിയും പരാമർശിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇന്ത്യ മീൻസ് പ്രാചീന ഇന്ത്യയെ പറ്റി. അപ്പോൾ ഈ ഒരു പ്രാചീന ഇന്ത്യക്കാർ ആ കാലത്ത് ഉണ്ടാക്കിയ സ്വർണം, എങ്ങനെയാണ് അവർ സ്വർണം നിർമ്മിച്ചതിന്, അതിനെ പറ്റിയൊക്കെ എന്താവുന്നുണ്ട് ഈ ഒരു ഹിസ്റ്ററീസ് എന്നുള്ള ഗ്രന്ഥത്തിൽ ഹെറഡോട്ടസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിക്കേണ്ടതിനെ യുക്തിപരമായിട്ടാണ് അദ്ദേഹം ചിന്തിച്ചത്. അതായത് മറ്റുള്ള ചരിത്രകാരന്മാരെ പോലെ എന്താണോ നേരെ നമുക്ക് കിട്ടുന്നത് അതിനെ നേരെ പകർത്തി എഴുതുകയല്ല ഈ ഒരു ഹെറഡോട്ടസ് ചെയ്തത്. അദ്ദേഹം ചരിത്രത്തിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി അതിനെ യുക്തിപരമായിട്ട് ചിന്തിക്കുകയും എന്നിട്ട് ഒരു ചരിത്രമാക്കി രചിക്കുകയാണ് ഹെറഡോട്ടസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ചരിത്രം രചിക്കുമ്പോൾ, അതിപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം രചിക്കുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ചരിത്രത്തോട് താരതമ്യം ചെയ്തിട്ടാണ് അദ്ദേഹം ചരിത്രം രചിച്ചിരുന്നത്. അതായത് അവിടുത്തെ ഏത് രീതിയിലാണ് ചരിത്രം രചിച്ചിരിക്കുന്നത്, അതായത് അവിടെ സാമൂഹ്യ സവിശേഷതകൾ, അതുപോലെ തന്നെ അവരുടെ അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിലെ ചരിത്രം രചിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ചരിത്രം മറ്റൊരു രാജ്യത്തിനോട് സാമ്യതപ്പെടുത്തി, അതായത് താരതമ്യം ചെയ്തിട്ടാണ് ഒരു ഹെറഡോട്ടസ് ചരിത്രം രചിച്ചിരുന്നത്. നമ്മൾ നേരത്തെ ഗ്രീക്ക് ചരിത്രം പഠിച്ചപ്പോൾ അതിൻ്റെ പ്രത്യേകത പറ്റി പഠിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ വിമർശനങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഹെറഡോട്ടസിനും കുറച്ച് വിമർശനങ്ങളുണ്ട്. അതായത് കൂടുതലൊന്നുമില്ല, നമ്മൾ ഈ ഒരു 2-3 പോയിൻ്റ് മാത്രമേ മൂപ്പരെ വിമർശനങ്ങളായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് എന്താ വെച്ചാൽ ഐതിഹ്യങ്ങളും കെട്ടുകഥകളും സ്വഭാവനകളും ഉൾപ്പെടുത്തിയുള്ളതാണ്. അതായത് മൂപ്പർക്ക് തോന്നുന്ന, അതിപ്പോൾ ഭാവനകൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് തോന്നുന്നതാണല്ലോ. അപ്പോൾ ഒരു മനുഷ്യന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും മൂപ്പരുടെ മനസ്സിൽ എന്തൊക്കെ തോന്നുന്നു അത് മൂപ്പര് ചരിത്രത്തിൻ്റെ ഈ ഒരു ചരിത്രരചനയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്താ വെച്ചാൽ ഈ ഒരു തൂസിഡൈഡിസ്, നമ്മൾ നേരത്തെ പറഞ്ഞു തൂസിഡൈഡിസ് ആരാന്നുള്ളത്. അത് ഗ്രീക്ക് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് പോയി കേൾക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു തൂസിഡൈഡിസ് നമ്മൾ ഈ ഒരു ഹെറഡോട്ടസിനെ പറ്റി പറയുന്നത് ഒരു കഥ പറച്ചിലുകാരൻ എന്നാണ്. അതായത് ഈ ഒരു ഹെറഡോട്ടസിനെ തൂസിഡൈഡിസ് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ഒരു കഥ പറച്ചിലുകാരനാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കെട്ടുകഥകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവനകൾ, ഇതെല്ലാം മൂപ്പരുടെ ഈ ഒരു ചരിത്രത്തിൽ ഉൾപ്പെടുത്തിയുള്ളത്. അപ്പോൾ ഈ ഒരു 2 പോയിൻ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഹെറഡോട്ടസിൻ്റെ ഈ ഒരു വിമർശനങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഹിസ്റ്ററിയുടെ പിതാവാണ് ഹെറഡോട്ടസ്. അതായത് ഒരു ഹിസ്റ്ററി പഠിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി കോഴ്സായി ഹിസ്റ്ററി പഠിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് ഈ ഒരു ചരിത്രത്തിൻ്റെ പിതാവ് ആര് എന്നുള്ളത്. അപ്പോൾ അത് മറക്കാതെ ഓർത്ത് വെക്കുക, ഹെറഡോട്ടസ് ആണ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഹിസ്റ്ററീസ് എന്നുള്ള ഗ്രന്ഥം
9 പുസ്തകങ്ങളായിട്ടാണ് രചിച്ചിട്ടുള്ളത്. അതിന് ഓരോ പുസ്തകത്തിനും ഓരോരോ ഗ്രീക്ക് ദേവതകളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ പുസ്തകത്തിന് ക്ലിയോ എന്നുള്ള അതായത് ദേവത, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ക്ലിയോ എന്നുള്ള ദേവതയുടെ പേരാണ് ഒന്നാമത്തെ പുസ്തകത്തിന് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു പാഠത്തിൽ ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്താക്കുക, ഷെയർ ആക്കുക.